കിനാലൂർ വ്യവസായ കേന്ദ്രത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ തീപിടുത്തം നിത്യസംഭവമായി മാറുന്നു. ഇതിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കിനാലൂരിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വേനൽ ചൂടിൽ കിനാലൂർ മങ്കയം കാറ്റാടിമല മേഖലയിലെ അടിക്കാടുകൾ ഉണങ്ങിത്തുടങ്ങിയതോടെ തീപിടുത്തം നിത്യസംഭവമായി മാറുകയാണ്. ഒരു മാസത്തിനിടയിൽ 12 തവണയാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടാകുമ്പോൾ നരിക്കുനിയിൽ നിന്നും പേരാമ്പ്രയിൽ നിന്നും കൊയിലാണ്ടിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് പലപ്പോഴും തീ അണയ്ക്കാറുള്ളത്. മങ്കയം മലമുകളിൽ തീ പടരുമ്പോൾ അവിടങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ ഫയർഫോഴ്സ് പോലും ഏറെ ബുദ്ധിമുട്ടുകയാണ്. വ്യവസായ കേന്ദ്രത്തിന്റെ ഭാഗങ്ങളിലേക്കും ഉഷ സ്കൂൾ, ബാലുശ്ശേരി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കിനാലൂർ സബ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലേക്കും തീ പടരാതിരിക്കാൻ പലപ്പോഴും ഫയർഫോഴ്സിന് പെടാപ്പാടുപെടേണ്ടതായി വന്നിട്ടുണ്ട്. ദൂരദേശങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും അടിക്കാടുകൾ പകുതിയിലേറെയും തീ വിഴുങ്ങിക്കഴിയും. തീപിടുത്തമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ വിവിധ ഇനത്തിൽപ്പെട്ട ജന്തുക്കളാണ് അഗ്നിക്കിരയാകുന്നത്. ഔഷധ സസ്യങ്ങളും കത്തി നശിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉഷ സ്കൂളിന്റെ സമീപത്തായിരുന്നു തീപിടുത്തമുണ്ടായത്. തൊട്ടടുത്താണ് പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളുമുള്ളത്. തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തത്തിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കിനാലൂരിൽ ഒരു ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തിപ്പെടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഉടൻ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് പ്രദേശവാസിയായ AK ബാലൻ പറഞ്ഞു. കിനാലൂർ വ്യവസായ വികസന കേന്ദ്രത്തിന് ചുറ്റുപറ്റി നിരന്തരമായി തീപിടുത്തം നടക്കുന്ന സ്ഥലം. ഏകദേശം KSIDCയുടെ കയ്യിൽ 200 ഏക്കർ ബാലൻസ് ഉണ്ട്. അത് ഉൾപ്പെടെ ഈ തീപിടുത്തം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ തീ കെടുക്കാൻ വേണ്ടി പേരാമ്പ്രയിൽ നിന്നും നരിക്കുനിൽ നിന്നും കൊയിലാണ്ടിൽ നിന്നൊക്കെ ഫയർ സർവീസ് വരുന്ന കെടുക്കേണ്ട ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ഈ തീ അനിയന്ത്രിതമായി മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നുകൊണ്ട് അപകടകരമായ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. കിനാലൂരിലെ എയിംസിന് വേണ്ടി കണ്ടെത്തിയ 200ഓളം ഏക്കർ സ്ഥലം കാടുപിടിച്ച പ്രദേശമാണ്. ഇവിടങ്ങളിലേക്കാണ് പലപ്പോഴും തീ പടരാറുള്ളത്. വേനൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തീപിടുത്തം വരും ദിവസങ്ങളിലും ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. ഇതെല്ലാം പരിഗണിച്ച് ഫയർ സ്റ്റേഷനുള്ള സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തിയേറുകയാണ്. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി.